നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ തന്നെ അനിലയുടെ ഇരു കൈകളിലും 1000 കൈകൾ പേറുന്നത്ര സഞ്ചികളുണ്ടാവും. പുതപ്പുകൾ, ചേലകൾ, പുസ്തകങ്ങൾ, കളിപ്പാട്ടങ്ങൾ, വിനയൽ ഷീറ്റുകൾ, ലൊട്ടുലൊടുക്കു സാധനങ്ങൾ ഇവയൊക്കെ നിറഞ്ഞിരിക്കും. വൈത്തിരിയിൽ നിന്നാണ് അരിയും പല വ്യഞ്ജനങ്ങളും വാങ്ങി ജീപ്പിൽ കയറ്റുക. സുഗന്ധഗിരിയിലേക്കുള്ള ഓരോ യാത്രാവസാനവും അനിലയിൽ അവശേഷിപ്പിക്കുക തനിക്ക് എത്ര കുറച്ചു മാത്രം മനുഷ്യരുടെ ആവശ്യങ്ങളെ നിറവേറ്റാനാവുന്നുള്ളൂ എന്ന മുറിവത്രേ. പ്രത്യേകിച്ചും വിദ്യാലയങ്ങളിൽ എത്തിയാൽ തന്നെ പഠന തുടർച്ചയും പരീക്ഷായോഗ്യതയും നഷ്ടപ്പെടുത്തുന്ന ആദിവാസികളിലെ ഭാവി തലമുറകളെക്കുറിച്ച് അവരെപ്പോഴും ഉത്കണ്ഠപ്പെടുന്നു. SLC +2 ഒക്കെ പഠിച്ചിട്ട് പിന്നെ കോഴ്സിലോട്ടേ പോകാല. അങ്ങനെ വരുന്ന കുട്ടികളെ തേടി പിടിച്ചെടുക്കാനും അവരുടെ സർട്ടിഫിക്കറ്റ് തിരുവനന്തപുരം ചെന്ന് മേടിച്ച് പതിനാറ് വിദ്യാഭ്യാസത്തിന് ഇപ്പം ഒരു കുട്ടി TTC മിനി എന്ന് പറയുന്ന സുഗന്ധഗിരി കോളനെ കുട്ടി അവൾ അംബേദ്കർ സ്കൂളിൽ പഠിച്ചതാണ്. തിരുവനന്തപുരം +2 പരീക്ഷ എഴുതിയിട്ട് പോകുന്നു. ആ കുട്ടിയുടെ ചരിത്രം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് പരീക്ഷ എഴുതിയിട്ട് വന്നിട്ട് തിരിച്ചു പോയിട്ടേ ഇല്ല, അങ്ങോട്ട് പോയിട്ടേ ഇല്ലെന്ന് പറഞ്ഞ്. ഞാൻ അതിനെ കുട്ടിയെ വിളിക്കുകയും അവരുടെ മാതാക്കളായിട്ട് അവൾക്ക് അച്ഛനില്ല, ഒരു ചെറിയ ആങ്ങളെ മാത്രമേ ഉള്ളൂ, സഹായിക്കാൻ ആരുമില്ല, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അവളെ കൂടി 2 പ്രാവശ്യം തിരുവനന്തപുരം പോയി സ്കൂളുമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് ആ സർട്ടിഫിക്കറ്റ് വാങ്ങി അവൾക്ക് കിട്ടി. TTCക്ക് ചേരുകയും അവൾ TTC പാസ്സാകുകയും ചെയ്തു. അവളുടെ സർട്ടിഫിക്കറ്റ് ചെന്നപ്പം മുത്തങ്ങയുള്ള അമൃതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അവൾക്ക് അച്ഛനെയുള്ള അമ്മയില്ലാത്ത കുട്ടിയൊക്കെ ഇന്ന് പഠിച്ചാണ്, അതും തിരിച്ചു തന്നിട്ടില്ല. ആ കുട്ടിയും എൻട്രൻസ് എഴുതി അവളെ എഞ്ചിനീയറിങ്ങിന് ഇപ്പം 2ാം വർഷം തിരുവനന്തപുരത്ത് അമൃത എന്ന് പറയുന്ന കുട്ടിയും പഠിക്കുന്നുണ്ട്. അങ്ങനെ വിരലെണ്ണാവുന്ന കുട്ടികളെ ഇങ്ങനെ ചെയ്യാമെന്നല്ലാതെ എനിക്ക് ഒത്തിരി കുട്ടികളുണ്ട് തേടി പിടിക്കാനൊക്കെ. പക്ഷേ എനിക്ക് വളരെയധികം സാധ്യതകൾ കുറവായതുകൊണ്ട് ഞാൻ എൻ്റെ കൈ കിട്ടുന്നതൊക്കെ ഇവർക്ക് കൊടുത്ത് ഇവരോടൊപ്പം ആകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെ കൂടെയൊക്കെ സ്റ്റാറ്റൽ വർക്ക് കൂടുതലായിട്ട് ചെയ്യുന്നു. ആദിവാസി വിഭാഗങ്ങളിൽ തന്നെ ഏറ്റവും പിന്നാക്കാവസ്ഥയിൽ ഇപ്പോഴും നിലനിൽക്കുന്നവരാണ് ചോല നായ്ക്കർ. അവരുടെ കുടിവതി കണ്ടെത്തുക തന്നെ പ്രയാസകരമായിരിക്കുന്നു. അടുത്ത കാലം വരെ കൃഷിയും ഗൃഹനിർമ്മിതിയും വരെ അപരിചിത ആശയങ്ങളായിരുന്ന ഇവരുടെ ജീവിതാവസ്ഥ ഇപ്പോഴും അവിശ്വസനീയമാം വിധം പരിതാപകരമാണെന്ന് അനില ഖേദത്തോടെ അറിയുന്നു. ഒരുപക്ഷെ തന്റെ സന്ദർശനത്തെ മാത്രം ആശ്രയിച്ച് പ്രാണൻ നിലനിർത്തുന്നവർ ഇവിടെ പുലരുന്നുണ്ടോ എന്നത് ഇവരുടെ ധർമ്മവ്യസനത്തെ തീവ്രതരമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വയനാട്ടിലേക്കുള്ള യാത്ര അനിലയ്ക്ക് മാനുഷികത്തിന്റെ അതിജീവനത്തിനായുള്ള പ്രാർത്ഥനയായിത്തീരുന്നു. മിനി അങ്ങ് TTC പാസ്സായതിനു ശേഷം മിനി എൻ്റെ വീട്ടിൽ വരികയും അവിടെ വന്ന് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ കണ്ടില്ലേ, മിനി രാവിലെ മുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും നമ്മുടെ കൂടെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് ജീപ്പ് ഡ്രൈവറായ ചന്ദ്രൻ ഞങ്ങൾ മലമ്പ്രദേശത്തുള്ള ഒരു 15ഓളം വീടുകൾ കാണിച്ച് തന്നു. വീട് കാണിച്ച് ആ മല ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു. ആ മലയെല്ലാം കയറി പോകാനായിട്ട് ഡ്രൈവറായ ചന്ദ്രൻ. ചേച്ചിയുടെ കൂടെ പോയപ്പോൾ എനിക്ക് ഒരുപാട് ഓരോരുത്തരുടെ കഷ്ടപ്പാടുകളും കണ്ടുപിടിക്കാൻ പറ്റി. ഇപ്പോൾ ചേച്ചിക്ക് എന്ത് വേണം നമ്മൾ സേവനമായിട്ട് ചേച്ചിയുടെ കൂടെ തന്നെയാണ് നമ്മളുള്ളത്. ഇപ്പോൾ ചേച്ചി വന്നാൽ വയനാട്ടിലേക്ക് വരുമ്പോൾ എന്നെ വിളിക്കും, ഫോൺ ചെയ്ത് ഇങ്ങനെ വയനാട്ടിൽ പോകണം, സുഗന്ധഗിരി പോകണം എന്നൊരുപാട് സ്ഥലങ്ങൾ പോയി. ഞങ്ങൾ ഒരുപാട് വീടുകൾ കാണാൻ പറ്റി. അതിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ, മഴ പെയ്താൽ ചോരുന്ന വീടുകളാണ് ഒരുപാട്. പിന്നെ സുഖമില്ലാത്ത കുറേ ആൾക്കാർ. പിന്നെ അരി സാധനങ്ങളും കുട്ടികൾക്കുള്ള പുസ്തകം എല്ലാം ഞങ്ങളിന്ന് കൊണ്ടുകൊടുത്തു. അതിൽ ഒരു വീട്ടിൽ പായ് പോലില്ലായിരുന്നു. ചേച്ചി നിന്നാണ് ആ പായ് കൊണ്ടുകൊടുത്ത്. പിന്നെ ടാർപ്പായൊക്കെ നമ്മൾ കൊണ്ടുകൊടുത്ത് ആ വീട്ടിലേക്ക് ടാർപ്പായൊക്കെ ഞങ്ങൾ കൊണ്ട് കെട്ടി. അവർക്ക് ആ വീട്ടുകാർക്കൊക്കെ വളരെ സന്തോഷമായി ചേച്ചിനോട്. ചേച്ചി സേവനം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ടാക്സിക്കാരായ ഞങ്ങൾക്കും ഇതിനോട് വളരെ സന്തോഷമുണ്ട്. അനുഭവം എന്ന് പറഞ്ഞാൽ അവരുടെ ദാരിദ്ര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അവരുടെ ജീവിതത്തിന് ദയനീയാവസ്ഥ, ഇരിക്കാനൊരു കസേരയില്ല, അല്ലെങ്കിൽ ചായ കുടിക്കൊരു കാപ്പി, ഒരു ഗ്ലാസ് കാപ്പി കുടിക്കൊരു ഗ്ലാസ് ഇല്ല, അല്ലെങ്കിൽ നല്ല പാത്രം, അല്ലെങ്കിൽ അവർക്ക് നനയാതെ കിടക്കാനായിട്ടൊരിടമില്ല. നനഞ്ഞൊലിച്ച വൃത്തിഹീനമായ വീട്ടിലാണ് ചെറിയ കുട്ടികളും പട്ടിക്കുട്ടികളും ഒന്നിച്ചാണ്. എനിക്ക് ഏറ്റവും വേദനയായി തോന്നുന്ന ഒരു സംഭവം, കുട്ടികളും ആ പട്ടിക്കുട്ടികളും മാതാപിതാക്കളും ഒന്നിച്ച് താമസിക്കുകയും ഒന്നിച്ച് കഴിയുകയും ചെയ്യുന്നത്. കാരണം അങ്ങനത്തെ ഒരു വീടിനാണ് ഞാൻ സെലക്ട് ചെയ്ത് ഷീറ്റ് കെട്ടിക്കൊടുക്കുകയും ഷീറ്റ് കൊണ്ട് മറച്ചുകൊടുക്കുകയും കൂടുതൽ സഹായം ചെയ്യുകയും ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള വളരെ ദയനീയാവസ്ഥ. അവരുടെ ജീവിതത്തിൽ ഓരോ കുടിൽ കയറിയാലും അവർക്ക് എന്നതുണ്ടെന്ന് പറയാനായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ചേച്ചി സഹായിക്കാരെന്ന് പറഞ്ഞാൽ അരി, ഡ്രസ്സുകൾ, പിന്നെ അതുപോലെ സുഖമില്ലാത്ത പിള്ളേരുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ വിദ്യാഭ്യാസം കുറഞ്ഞ പിള്ളേരുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കണോ, അവർക്ക് എല്ലാ സഹായങ്ങളും ചേച്ചി ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഒരു അസുഖമായി മെഡിക്കൽ കോളേജിൽ എത്തിപ്പെട്ടാൽ ചേച്ചീൻ്റെ ഫോൺ നമ്പർ അറിയുകയാണെങ്കിൽ ചേച്ചീനെ കഴിയുന്ന സഹായം ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ചേച്ചി ഒരു ദൈവത്തെ പോലെയാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചേച്ചിയാണ്. ചേച്ചി എന്നും വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അതിന് ആയുസിനൊന്നും ആപത്ത് പറ്റിയില്ലെങ്കിൽ അത് എക്കാലം വന്നാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കോളനികളിൽ പ്രധാനമായിട്ട് സുഗന്ധകരിക്കുള്ള എനിക്കൊരു പ്രാധാന്യവും അവിടുത്തെ താമസിക്കുന്ന ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ഭയങ്കര ഒരു അടുപ്പമുണ്ട്. കാരണം ഇവിടെ ഞാൻ വന്നാൽ അവർ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് എന്നെ ഇടപെടുക. ഇവിടുത്തെ മാതാപിതാക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ഒത്തിരി ഞാൻ വരുന്ന ആഴ്ചയിൽ ആ ദിവസം ആരാണോ ഞാനുമായിട്ട് ഇടപെടുന്നത് അവരെൻ്റെ കൂടെ ഞാൻ പോകുന്നവരെ കൂടെ ഉണ്ടായിരിക്കും. എല്ലാ കാര്യത്തിനും അവർ ഭയങ്കരമായിട്ട് സഹകരിക്കുന്നു. അവർക്ക് വിദ്യാഭ്യാസം ഇല്ല, ഇവരിൽ വലിയ പരിഷ്കൃതമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും അവർക്ക് പരസ്പര സ്നേഹവും സഹകരണവും ഇന്നുവരെ എനിക്കൊരു പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഒരു വേദനിക്കുന്ന ഒരു വീടുണ്ടെങ്കിൽ അവർ തന്നെ തിരഞ്ഞെടുത്തത് പറഞ്ഞ് കാര്യം ഇന്ന വീട് വിഷമമുള്ള വീടാണ്, ഇന്നവർ അങ്ങനെ ഉള്ളവരെ തിരഞ്ഞെടുത്ത് അവർ പോലും വേണ്ടി ഞങ്ങൾക്ക് തരണ്ട, അവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്ക് മതി എന്നൊരു. ഇവിടെ ഏറ്റവും കൂടുതൽ വിഷമം ചോലനായ്ക്കന്മാർക്ക് ഒക്കെ പണിയന്മാർക്കുമാണ്. ആ ചോലനായ്ക്കന്മാർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ളവർ ഈ അരിയും ഡ്രസ്സും ഒക്കെ മേടിക്കുള്ളൂ. ഞാനിങ്ങനെ വീട് തേടി വനത്തിലൂടെ കടന്നു പോവാം. അവിടെ നടന്നു ചെന്നപ്പോൾ വനത്തിൽ നടക്കൊരു ചെറിയ വീട് ഇരിപ്പുണ്ട്. വീടിന് സീറ്റോ പുല്ലോ ഒന്നുമില്ല. അത് അവിടെ കുറേ പേര് താമസിക്കുന്ന ആ ഒരു വീടിനുള്ളിൽ പട്ടിയും ഇവർ അവിടെ താമസിക്കുന്ന കുട്ടികളും അവിടുത്തെ പേരൻസും എല്ലാവരും കൂടി ഒന്നിച്ചാണ് അവിടെ ആ മുറിക്കകത്ത് ഞാൻ കണ്ടത്. അപ്പോൾ അവിടെ മഴ പെയ്ത് അവർ തറയുന്ന ഓട വെട്ടിയിരിക്കുകയാണ്, തറയ്ക്കകത്തുകൂടി ഓട വെട്ടിയിരിക്കുകയാണ്. ഓട വെട്ടിയിട്ട് മഴ പെയ്യുമ്പോൾ ഈ വെള്ളം ഈ തറയെ കൂടി ഒഴുകിപ്പോയി കഴിഞ്ഞ ശേഷം അവർ വിരിച്ച് കിടക്കുന്ന അവസ്ഥ അവിടെ വളരെ ദയനീയമായി എനിക്ക് തോന്നിയത് അതാണ് ഏറ്റവും വലിയ ദയനീയാവസ്ഥ. പിന്നെ അടുത്തൊരു വീട് പുഷ്പയും മാതൻ എന്ന് പറയും. അയാൾ മാനസികരോഗിയാണ്. അയാളങ്ങനെ പണിക്കൊന്നും പോകില്ല. 2 കുട്ടികളുണ്ട്. അവർക്കാണെങ്കിൽ വീടെന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഇവിടെ വരാൻ 3 പ്രാവശ്യം കൊണ്ട് മരം ഇടിഞ്ഞ് വീഴുവോ അല്ലെ എന്തെങ്കിലും വന്നെന്ന് തോന്നുമ്പോൾ ഇത് മാറി ഇത് കെട്ടും. 3 പ്രാവശ്യം ഷീറ്റ് വലിച്ചു കെട്ടിക്കൊടുത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നവരെ. കാരണം അയാൾ മാനസികരോഗിനെ ഒരു കെട്ട് വിറക് കൊണ്ടുപോയി കൊടുത്താൽ 30 രൂപയൊക്കെ കിട്ടുള്ളൂ. അതിന് വല്ല അരിയോ സാധനമോ കൊണ്ടുവന്നാലൊന്നും അവർക്ക് അതുകൊണ്ട് ജീവിക്കാൻ അവർ പ്രാപ്തരല്ല. ജീവിക്കാൻ അവർ ദാരിദ്ര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ ഷീറ്റ് മേടിച്ച് വലിച്ചു കെട്ടിക്കൊടുക്കുക, അവരെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യാനായിട്ട്. അങ്ങനെ വളരെ വേദനിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷെ എല്ലായിടത്തും എനിക്ക് എത്താൻ പറ്റുന്നില്ല. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സമയം വല്ലവരും എന്തെങ്കിലും തന്നെങ്കിൽ എൻ്റെ കൈ കിട്ടുന്നത് ഞാൻ മെഡിക്കലിൽ ചോറ് കൊടുക്കുന്നുണ്ട്, തെരുവിൽ ചോറ് കൊടുക്കുന്നുണ്ട്. മെഡിക്കലിലെ ശുശ്രൂഷയുടെയും തെരുവിലെ ശുശ്രൂഷയുടെയും ഇടയ്ക്കുന്ന ആദിവാസികൾക്കും ആരുമില്ലാത്തൊരു മെഡിക്കലിനകത്ത് ഭക്ഷണം കൊടുക്കുന്നത്. അതുപോലെ തെരുവിയോട് അലിഞ്ഞിരിഞ്ഞുണ്ടാക്കുന്ന മാനസികർക്കും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ തെരുവോരങ്ങളിരിക്കുന്നവർക്കാണ് അവർ നേരത്തെ ഭക്ഷണം കൊടുക്കുക. അങ്ങനത്തെ അതിനുവേണ്ടി തരുന്നതാണ് ഞാൻ ഇവർക്ക്, അതിൽ നിന്ന് പങ്കുവെച്ചാണ് ഇവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുക. ഭർത്താവ് ബാലചന്ദ്രനും മക്കളും അനിലയുടെ മഹായാനത്തിൽ എപ്പോഴും കൂടെയുണ്ട് എന്നതിൽ അവർ അഭിമാനിക്കുന്നു. നിർഭാഗ്യവാന്മാരായ സഹജീവികളുടെ നിലവിളികൾക്ക് കാതോർക്കാനും അവരുടെ മുറിവുകളിൽ സാന്ത്വന ലേപനമാകാനുമുള്ള മനസ്സ് അവരിലും വളർത്തിയിട്ടുണ്ട് അനില. മൂത്ത മകന് നഴ്സിംഗ് പഠനത്തിന് അയച്ചതിന് പിന്നിൽ സേവനത്തിന്റെ ഈ കുടുംബ നിശ്ചയമുണ്ട്. കഴിയുമെങ്കിൽ തന്റെ എല്ലാ കുട്ടികളും രോഗശുശ്രൂഷയുടെ മേഖലയിൽ തന്നെ തൊഴിൽ നേടിയെങ്കിൽ എന്നാണ് ഈ അമ്മ ആശിക്കുന്നത്. എൻ്റെ വീട്ടിൽ തന്നെ ഒരു നേഴ്സ് ഉണ്ടെങ്കിൽ എനിക്കത് എൻ്റെ പ്രവർത്തനങ്ങൾക്കും എനിക്ക് ഭയമില്ലാതെ ഇറങ്ങിപ്പോകാനും എൻ്റെ ദൈവത്തിൻ്റെ മക്കൾക്ക്, അതായത് വൃദ്ധസദനത്തിലെ എൻ്റെ മക്കൾ എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളാണ്, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരെയും ആരോഗ്യവകുപ്പിലാക്കണമെന്നാണ് എൻ്റെ താല്പര്യം. പഠിക്കുന്ന എല്ലാവരും ആരോഗ്യവകുപ്പിൽ സോഷ്യൽ വർക്ക് പരമായിട്ടും പഠിപ്പിക്കണമെന്നാണ് എൻ്റെ വലിയ താല്പര്യം. കാരണം ഇതൊക്കെ അവർക്ക് ജീവിക്കുന്ന ജോലിയേക്കാൾ ഉപരി